കഴിഞ്ഞ വർഷം 1 SMS വോട്ടോട് കൂടി വിജയിച്ച ആ അമ്മച്ചിയാണ് ബെസ്റ്റ് വീക്കെൻഡ് ഓഫ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ അമ്മച്ചിക്ക് ഒരു പ്രശ്നമുണ്ട്. ജൂൺ 21-ാം തീയതി ലോകമെമ്പാടും മ്യൂസിക് ഡേ ആയിട്ട് ആഘോഷിച്ചത് കൊണ്ട് ആ അമ്മച്ചിയോട് ആരെന്ത് ചോദിച്ചാലും അമ്മച്ചി പാട്ടിലൂടെ മാത്രമേ മറുപടി പറയുള്ളൂ. നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ ഈ സദസ്സിലേക്ക് കയ്യടിയോടുകൂടെ അമ്മച്ചി സ്വാഗതം ചെയ്യാം. സ്വാഗതം അമ്മച്ചി. അമ്മച്ചിയുടെ പേരൊന്ന് പറയാമോ? വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് അമ്മച്ചി കടന്നു വന്നതിന്. എന്നാൽ പിന്നെ അമ്മച്ചിയുടെ നാട് എവിടെയാണ്? അമ്മച്ചിയുടെ പേര് അറിയാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും താല്പര്യമുണ്ട്. എന്താണ് അമ്മച്ചിയുടെ പേര്? എന്നാൽ പിന്നെ അമ്മച്ചിയുടെ നാട് എവിടെയാണ്? അക്കരയാണ് എന്റെ ശാശ്വത നാട്, അക്കരയാണ് എന്റെ ശാശ്വത നാട്. അക്കരെ എവിടെയാണ് അമ്മച്ചിയുടെ നാടെന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ അമ്മച്ചിയുടെ ആ നാടിനെ കുറിച്ച് ഒന്ന് വർണ്ണിക്കാമോ? മുത്തുമായമായി വിളങ്ങും പട്ടണമാണത്, പുത്തനയെരുശലേം ശോഭിതം, വീതി സ്വച്ഛ സ്ഫടിക തുല്യം തങ്ക നിർമ്മിതാമ പട്ടണമാതിന്റെ ഭംഗി വർണ്ണ്യമല്ലഹോ, ഭംഗി വർണ്ണ്യമല്ലഹോ. കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അമ്മച്ചി വരുന്നത് വളരെ മനോഹരമായ ഒരു നാട്ടിൽ നിന്നാണെന്ന്. എന്നാൽ പിന്നെ വളരെ സാമ്പത്തികം ഉണ്ടായിരിക്കും അല്ലേ? എന്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ ഏറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. അതിശയമായിരിക്കുന്നു. സമ്പത്തായിട്ട് യേശു മാത്രമാണ് ഉള്ളത് എന്നാണ് അമ്മച്ചി എത്ര സന്തോഷത്തോടെയാണ് പറയുന്നത്. എങ്കിൽ പിന്നെ എപ്പോഴാണ് അമ്മച്ചി ദൈവത്തെ സ്വീകരിച്ചത്? തേടി വന്നു ദോഷിയാമെന്നെയും നാദം. രക്ഷയിലേക്ക് വന്നപ്പോൾ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു, മുറ്റം പിടക്കന്നെ തള്ളിടുമ്പോൾ പറ്റിച്ചേർന്നവർ നിൽക്കുമേ, ഒടുവിൽ പക്ഷത്തു ചേർന്നിടുമേ. സോ സാഡ്. പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മച്ചി എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് എന്ത് അഡ്വൈസാണ് അമ്മച്ചിക്ക് നൽകാനുള്ളത്? ഉഷകാലം നാം എഴുന്നേൽക്കുക, പരമേശുവേ സ്തുതിപ്പാൻ. ഉഷകാലം എന്താനന്ദം, നമ്മൾ പ്രിയനോടടുത്തിടും. നല്ലൊരു സന്ദേശമാണ് അമ്മച്ചി നമുക്ക് തന്നത്. ഇനി നമുക്ക് അമ്മച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാം. നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. ഭർത്താവിനെ കുറിച്ചൊന്ന് പറയാമോ? എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. വാവ്, അമേസിംഗ്. തന്റെ ഭർത്താവ് സുന്ദരൻ എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ ഭർത്താവ് വളരെ സൗമ്യതയുള്ള വ്യക്തിയുമായിരിക്കുമല്ലേ? ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. അയ്യോ, അപ്പൊ അമ്മച്ചി എന്താ ചെയ്യുക? നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിയിടും. അപ്പൊ മക്കളെ പറ്റി ഒന്ന് പറയാമോ? ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. എന്നാൽ അമ്മച്ചിയുടെ മരുമകളെ പറ്റി ഒന്ന് പറയാമോ? ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഹോര ശത്രു എന്നെ കാണുകയില്ല. നമ്മുടെ രക്ഷിതാവ് യേശുവിനെ പറ്റി വർണ്ണിക്കാമോ? യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. അമ്മച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാൻ, പ്രേമ കാന്തനെ കാണാൻ. ക്രൂശ് മരണത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് അമ്മച്ചിക്ക് ഈ
നിങ്ങളോട് പറയാനുള്ളത്? കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാ നിറഞ്ഞൊഴുകിടുന്നു. ഓക്കെ, സമയം ഒരിക്കലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. ഈ എപ്പിസോഡ് ഇവിടെ തീരാൻ സമയമായി. അവസാനമായി ഇവരോട് എന്താണ് അമ്മച്ചിക്ക് പറയാനുള്ളത്? പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. ഇത്രയും സമയം നമ്മോട് സംസാരിച്ച അമ്മച്ചിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.